ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 2ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് ഇംഗ്ലീഷാണ് ട്യൂഷൻ വരുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റാർ ഇൻ ദി ജാൻ എന്നുള്ള ചാപ്റ്ററായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ആക്ടിവിറ്റി 1 എടുക്കുക കേട്ടോ. ആക്ടിവിറ്റി പുസ്തകത്തിലെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കിക്കേ മക്കളെ. Go out and look around. Find the things with the features given below. Write the names in the boxes എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? Go out and look around, അതായത് പുറത്ത് പോയിട്ട് ചുറ്റിൽ നോക്കിയിട്ട് find the things with the features given below, അതായത് താഴെ കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം ആ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഏതാണ് ആ വസ്തു എന്നുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് റൈറ്റ് ദ നെയിംസ് ഇൻ ദി ബോക്സസ് അല്ലേ, അവരുടെ പേര് ആ തന്നിട്ടുള്ള ബോക്സിൽ എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, ഫൈൻഡ് സംതിങ് ദാറ്റ് ഫസ്റ്റ് നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഈസ് ബ്ലൂ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. സെക്കൻഡ് വൺ നോക്കിക്കേ, ഹാസ് 4 legs. തേർഡ് വൺ ഈസ് റൗണ്ട്. ഫോർത്ത് വൺ സ്മെൽസ്. ഫിഫ്ത്ത് വൺ ഹാസ് റൗണ്ട് ഐസ്. Sixth one is yellow. Seventh one glitters. Eighth one has a long tail. Ninth one hops. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ക്ലൈംബ് ട്രീസ്. ഇത്രയാണ് തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ എന്താണ് ആ ഓരോ സാധനങ്ങളും എന്നുള്ളത് മക്കൾക്ക് മനസ്സിലായോ? നോക്കിക്കേ, ഈസ് ബ്ലൂ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? യെസ്, സ്കൈ ആണല്ലേ. എന്താണ്? സ്കൈ ആണല്ലേ. ദെൻ നെക്സ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞ ഹാസ് 4 legs അല്ലേ, 4 കാലുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് എന്തെഴുതാം? ക്യാറ്റ് എന്നുള്ളത് എഴുതാം അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഈസ് റൗണ്ട് അല്ലേ. റൗണ്ട് എന്ന് പറയുന്നത് എന്ത് നമുക്ക് എഴുതാം മക്കളെ? യെസ്, പ്ലേറ്റ് എന്ന് എഴുതാം അല്ലേ. ദെൻ നമുക്ക് സ്മെൽസ് എന്നാണ് തന്നിട്ടുള്ളത്. അത് നമുക്ക് എന്ത് എഴുതാം? ഫ്ലവേഴ്സ് എന്ന് എഴുതാം അല്ലേ. ദെൻ ഹാസ് റൗണ്ട് ഐസ് അല്ലേ, അതായത് റൗണ്ട് ഷേപ്പിലുള്ള കണ്ണുകളുണ്ട്. അത് നമുക്ക് എന്ത് എഴുതാം? ഔളെന്ന് എഴുതാം. ദെൻ ഈസ് യെല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം സൺ ഏതാണ് കളറ്? യെല്ലോ ആണ്. ദെൻ ഗ്ലിറ്റേഴ്സ് അല്ലേ. ഗ്ലിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്? യെസ്, സ്റ്റാർസ് ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ഹാസ് എ ലോങ് ടെയിൽ. എന്താണ് മക്കളെ? മങ്കി നമുക്ക് എഴുതാം അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ ഹോപ്സ് ആണ്. എന്താണ്? റാബിറ്റ് എഴുതാം. ദെൻ ലാസ്റ്റ് ക്ലൈംബ് ട്രീസ് അല്ലേ, മരത്തിൽ കയറും. ആരാണ് മക്കളെ? യെസ്, സ്ക്വിറലാണ് ആൻസർ വരുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് നമുക്ക് ഫസ്റ്റ് വൺ തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം. ആക്ടിവിറ്റി 2 നോക്കിക്കേ മക്കളെ. ഡു യു ഹാവ് എ ട്രഷർ? വാട്ട് ഈസ് ദാറ്റ്? ഡ്രോ ഇറ്റ്സ് പിക്ചർ ബിലോ ആൻഡ് റൈറ്റ് അബൌട്ട് ദാറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്താണ് മക്കളെ നിങ്ങളടുത്ത് ചോദിച്ചിട്ടുള്ളത്? ഡു യു ഹാവ് എ ട്രഷർ? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ട്രഷർ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. വാട്ട് ഈസ് ദാറ്റ്? എന്താണത്? ഡ്രോ ഇറ്റ്സ് പിക്ചർ ബിലോ ആൻഡ് റൈറ്റ് അബൌട്ട് ദാറ്റ് അല്ലേ. അതിൻ്റെ പിക്ചർ മക്കളെടുത്ത് താഴെ വരച്ചിട്ട് അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം പല കൂട്ടുകാർക്കും പല രീതിയിലായിരിക്കും നിങ്ങൾ ട്രഷറുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ. ഓക്കെ മക്കളെ, അപ്പം മിസ് ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൈ ട്രഷർ ഈസ് ഡോൾ എന്ന് എഴുതണം കേട്ടോ. അവിടെ എന്താണ് മിസ് കൊടുത്തിട്ടുള്ളത്? ഒരു ഡോളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഡോളിൻ്റെ പിക്ചറും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം? അവിടെ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. മൈ ട്രഷർ ഈസ് എന്നുള്ളിടത്ത് മിസ് ചെയ്തത് മൈ ട്രഷർ ഈസ് എ ഡോൾ. ഇറ്റ് ഈസ് പിങ്ക് ഇൻ കളർ. ഇറ്റ് ഈസ് എ ബിഗ് ഡോൾ. ഇറ്റ് ഈസ് വെരി നൈസ് ടു സീ. ഐ ലൈക്ക് മൈ ഡോൾ അല്ലേ. മിസ് ഡോൾ എന്നതിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. മക്കൾക്ക് അവിടെ എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. നിങ്ങളുടെ ട്രഷർ എന്താണോ അതിനനുസരിച്ച് മക്കൾക്ക് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, ദെൻ നമുക്ക് തേർഡ് ആക്ടിവിറ്റിയിലോട്ട് പോവാം അല്ലേ. 3ാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോവാം. ട്രഷർ ഹണ്ട് എന്നതാണ് നമ്മുടെ അടുത്തൊരു ആക്ടിവിറ്റി. ഇതെല്ലാ കൂട്ടുകാരും ചെയ്തിട്ടുണ്ടായിരിക്കും. വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് അല്ലേ. നോക്കിക്കേ മക്കളെ, അപ്പോൾ അവിടെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യണം? അവിടെ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ഇവിടെയാണ് നമുക്ക് എന്തുള്ളത്? സ്റ്റാർട്ട് എന്ന് തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, ദെൻ ഫസ്റ്റ് ഇതിൽ പോയിട്ട് നമ്മളോട് എന്ത് പറയുന്നുണ്ട്? ക്രോസ് ദി റിവർ അല്ലേ. ആ ഒരു റിവർ ക്രോസ് ചെയ്യാൻ പറയുന്നുണ്ട്. ദെൻ നമ്മളോട് എന്താണ് പറയുന്നത്? കളർ ദി ലെറ്റർ സി ആൻഡ് ടേൺ ലെഫ്റ്റ് എന്നാണ് പറയുന്നത് അല്ലേ. എന്താണ് പറഞ്ഞത്? കളർ ദി ലെറ്റർ സി ആൻഡ് ടേൺ ലെഫ്റ്റ്. അപ്പോൾ സി എന്നുള്ള ലെറ്റർ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അത് മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളത് കളർ ചെയ്യണം കേട്ടോ. ആ സി എന്നുള്ള ലെറ്റർ
കളർ ചെയ്തതിന് ശേഷം എവിടേക്കാണ് പറഞ്ഞത്? ലെഫ്റ്റിലേക്ക് പോകാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ലെഫ്റ്റിലേക്ക്. അപ്പം നമ്മൾ എവിടേക്കാണ് മക്കളെ പോവുക? യെസ്, ലെഫ്റ്റ് സൈഡിലേക്ക് പോയില്ലേ? അങ്ങനെ നമ്മൾ എവിടെ എത്തി? എയുടെ അടുത്ത് എത്തിയില്ലേ? ഓക്കെ, ദെൻ നമ്മളോട് എന്താണ് പറയുന്നത്? കളർ ദി ലെറ്റർ എ ആൻഡ് ടേൺ റൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഏതുണ്ട് ലെറ്റർ മക്കളെ? എ എന്നുള്ള ലെറ്റർ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അത് കളർ ചെയ്യുക കേട്ടോ. മക്കൾ കളർ ചെയ്യുമ്പോൾ മുഴുവനായിട്ട് ആ ലെറ്റർ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ കളർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലെറ്റർ എ എന്നുള്ളത് കളർ ചെയ്തു. ദെൻ ടേൺ റൈറ്റ് എന്നാണ് പറഞ്ഞതിൽ. അപ്പോൾ നമ്മൾ എവിടേക്ക് പോകണം? ഇവിടേക്ക് പോകണം. ഓക്കെ, അപ്പം നമ്മൾ എവിടെ എത്തി? എന്നിൻ്റെ അടുത്ത് എത്തി അല്ലേ? അവിടെ നമ്മളടുത്ത് പറയുന്നത് എന്താണ്? കളർ ദി ലെറ്റർ ആൻഡ് ഗോ സ്ട്രെയിറ്റ് അല്ലേ? സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നേരെ പോകുന്നതിനെയാണ് സ്ട്രെയിറ്റ് എന്ന് പറയാം അല്ലേ? അപ്പം ഈ ഒരു ലെറ്റർ എൻ ആണ്. എന്നിന് നമ്മൾ എന്ത് ചെയ്തു? യെസ്, കളർ ചെയ്തു. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോയി. ഓക്കെ, ദെൻ നമ്മളോട് അവിടെ എന്ത് പറയുന്നുണ്ട്? കളർ ദി ലെറ്റർ ആൻഡ് ടേൺ റൈറ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇവിടെ ഏതാ മക്കളെ? ഇവിടെ ഡി എന്നുള്ള ലെറ്റർ ആണുള്ളത് കേട്ടോ. ഡി എന്നുള്ള ലെറ്റർ ആണുള്ളത്. അതിനെ മക്കളെടുത്ത് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എവിടേക്ക് തിരിയാൻ മക്കളെ? ടേൺ റൈറ്റില്ലേ? അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 പേജായിട്ടാണ് പിക്ചർ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. ടേൺ റൈറ്റിലോട്ട് പോയേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നേരെ നമ്മൾ എന്ത് ചെയ്തു? ടേൺ റൈറ്റിലോട്ട് പോയി. ഓക്കെ, ഇനി നമ്മളോട് എന്താണ് പറഞ്ഞത്? കളർ ദി ലെറ്റർ ആൻഡ് ഗോ ഫോർവേഡ് അല്ലേ? ഈ ഒരു ലെറ്ററിനെ കളർ ചെയ്യാൻ പറഞ്ഞു അല്ലേ? ലെറ്ററിനെ കളർ ചെയ്തു. എന്നിട്ട് ആൻഡ് ഗോ ഫോർവേഡ്, അതായത് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മുന്നോട്ട് പോയി. അവിടെ എത്തി. എന്ത് മക്കളെ? അവിടെ നമ്മൾ ഈയുടെ അടുത്ത് എത്തിയില്ലേ? ഓക്കെ, അപ്പോൾ കളർ ദി ലെറ്റർ എന്ന് നമുക്ക് അവിടെ പറയുന്നുണ്ട്. കളർ ദി ലെറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈക്ക് നമ്മൾ കളർ ചെയ്തു അല്ലേ? അപ്പോൾ നമ്മൾ എവിടെ എത്തി? ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയില്ലേ? ഓക്കെ മക്കളെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങൾ കളർ ചെയ്തിട്ടുള്ള ആ ലെറ്റേഴ്സ് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് മുകളിലൊരു ബോക്സ് തന്നത് കണ്ടോ? അവിടെ ഓർഡറിൽ എഴുതണം. അപ്പോൾ സിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? സി ആണ് നമ്മൾ ആദ്യം സർക്കിൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സി അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എ അല്ലേ സർക്കിൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നെക്സ്റ്റ് ലെറ്റർ എ നമ്മൾ എഴുതി. അടുത്തത് നമ്മൾ എൻ ആയിരുന്നു ചെയ്തത്. അപ്പോൾ എൻ എഴുതി. ദെൻ അടുത്തത് ഡി ആണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഡി എഴുതി. ഓക്കെ, പിന്നെ ഏതായിരുന്നു മക്കളെ? എൽ അല്ലേ? അപ്പോൾ നമ്മൾ എൽ എഴുതി. ഇയിൽ നമ്മൾ അവസാനിപ്പിച്ചു അല്ലേ? ഓക്കെ മക്കളെ, എന്താണത്? റീഡ് ചെയ്യുക. എന്താണ്? CANDLE എന്താണ് മക്കളെ? യെസ്, ക്യാൻഡിൽ എന്നാണ് വായിക്കുക. എന്താണ് വായിക്കുക? ക്യാൻഡിൽ എന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള, അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് അല്ലേ? ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകും. അതും വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഓക്കെ മക്കളെ, നോക്കിക്കുക. ആക്ടിവിറ്റി 4, കളർ ദി ഷേപ്സ് വിത്ത് ദി നമ്പേഴ്സ് ഇൻ ദം. ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ. ഓക്കെ, എന്താണ് മക്കളെ പറയുക? താഴെ നമുക്ക് ഒരു ഷേപ്പ് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? നമുക്ക് കാണാം 1 2 3 4 എന്ന് എഴുതിയിട്ട് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അപ്പം ആ നമ്പേഴ്സിൽ എന്ത് ചെയ്യണം? മക്കൾ കളർ ചെയ്യണം. എങ്ങനെയാണ് മക്കളെ? യെസ്, ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ അല്ലേ? അവിടെ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, അതായത് നിർദ്ദേശങ്ങൾക്കനുസരിച്ച്. അപ്പോൾ അവിടെ നമ്മളടുത്ത് പറഞ്ഞത് ഏതാണ്? 1 എന്ന് നമ്പർ കൊടുത്തെടുത്ത് ഗ്രീനോ, 2 എന്ന് നമ്പർ കൊടുത്ത കോളങ്ങളിലെല്ലാം യെല്ലോയും, 3 എന്ന് നമ്പർ ചെയ്തിട്ടുള്ള കോളത്തിലെല്ലാം ലൈറ്റ് ബ്ലൂവും, അതുപോലെ 4 എന്ന് നമ്പർ കൊടുത്തിട്ടുള്ള കോളത്തിലെല്ലാം ഡാർക്ക് ബ്ലൂവും കൊടുക്കണം. യു വിൽ ഗെറ്റ് എ ബ്യൂട്ടിഫുൾ ട്രഷർ എന്നാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെ നിങ്ങൾ കളർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ളൊരു ട്രഷർ കിട്ടും എന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത് മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രവർത്തനം ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. 1 എന്ന് എഴുതിയിട്ടുള്ള എല്ലാ കോളത്തിലും മക്കൾ ഗ്രീൻ കളർ കൊടുക്കണം കേട്ടോ. 1 എന്ന് എഴുതിയിട്ടുള്ള എല്ലാത്തിലും ഗ്രീൻ കളർ കൊടുക്കണം. പിന്നെ ഇതാ ഇവിടെ 2 എന്ന് എഴുതിയ കോളത്തിലെല്ലാം ഏത് കൊടുക്കാനാണ് പറഞ്ഞത്? നമ്മുടെ ഇത് യെല്ലോ കൊടുക്കാൻ പറഞ്ഞു. ഇനി 3 എന്ന് എഴുതിയിട്ടുള്ളതിൽ ലൈറ്റ് ബ്ലൂ കളർ കൊടുക്കണം. ദെൻ 4 എന്നുള്ളിടത്ത് മക്കൾ എന്ത് കൊടുക്കണം? ഡാർക്ക് ബ്ലൂ കളർ വേണം കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എന്താണ് ആ ഒരു ട്രഷർ എന്നുള്ള കാര്യം മക്കൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ മക്കളെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. നോക്കിക്കേ മക്കളെ. ഗോ ഔട്ട് ആൻഡ് വാച്ച് ദി തിങ്സ് around your class, check the list and mark things you have seen there എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് ഗോ ഔട്ട് ആൻഡ് വാച്ച് ദി തിങ്സ് അറൗണ്ട് യുവർ ക്ലാസ് അല്ലേ? നിങ്ങളുടെ ക്ലാസ്സിൻ്റെ പുറത്തോട്ട് പോയിട്ട് ചുറ്റുപാട് നോക്കാനാണ്. എന്നിട്ട് ചെക്ക് ദി ലിസ്റ്റ് ആൻഡ് മാർക്ക് ദി തിങ്സ് യു ഹാവ് സീൻ ദർ അല്ലേ? അതായത് അവിടെ പോയിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? നിങ്ങൾ പുറത്ത് പോയിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ താഴെ തന്നിട്ടുള്ളതിൽ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പാരോ, ട്രീ, സ്വിങ്, ബട്ടർഫ്ലൈ, ഹണി ബീ, ക്ലൗഡ്, ബൈക്ക്, ആൻഡ്, ബൈസിക്കിൾ, ഫ്ലവർ, അതുപോലെ തന്നെ
ക്രോ, ലീഫ്, പാരറ്റ്, വാട്ടർ, കാറ്റർപില്ലർ, റെയിൻബോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുകളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അത് നിങ്ങൾ പുറത്ത് പോയിട്ട് നിങ്ങൾ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അത് മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ സ്കൂളിൽ നിന്ന് ക്ലാസ്സിൻ്റെ പുറത്ത് പോയിട്ട് നോക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് മക്കൾ കണ്ടിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് മക്കൾ അവിടെ മാർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അതുപോലെ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം. 6ാമത്തെ ആക്ടിവിറ്റി ആണല്ലേ. നോക്കിക്കേ മക്കളെ, എന്താണ് 6th ആക്ടിവിറ്റി? ലക്കി മെറ്റ് അബി, ഹിസ് ഫ്രണ്ട്. അബി സോ ദി ട്രഷർ, കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ അബി ആൻഡ് ലക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 6ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. ആരൊക്കെ തമ്മിലാണ് മക്കളെ? യെസ്, നമ്മുടെ ലക്കിയും അതുപോലെ തന്നെ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള അബിയും തമ്മിൽ എന്ത് ചെയ്യാണ്? മീറ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അബി എന്ത് കണ്ടു മക്കളെ? ആ ഒരു ട്രഷർ കണ്ടു അല്ലേ. ആ സമയത്ത് നമ്മുടെ അബിയും അതുപോലെ തന്നെ ലക്കിയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചിത്രത്തിൽ നമ്മുടെ ലക്കിയെയും അബിയെയും ഒക്കെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ട്രഷറും അവരുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ അബി ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? നിൻ്റെ കയ്യിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ലക്കി എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും മക്കളെ? ഏതൊരു ട്രഷറാണ് അല്ലേ, എനിക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ലക്കി അബിക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ മക്കളെ നോക്കിക്കേ, അപ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം? നമ്മുടെ അബി ആദ്യം ചോദിച്ചില്ല വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ് എന്ന് പറഞ്ഞല്ലേ. അപ്പം നമ്മുടെ ലക്കി എന്താണ് പറയുന്നത്? നോക്കിക്കേ, ഇറ്റ് ഈസ് എ ട്രഷർ. ഇതൊരു ട്രഷറാണല്ലേ, ഇതൊരു നിധിയാണ് എന്ന് നമ്മുടെ അബി പറഞ്ഞു, ലക്കി പറഞ്ഞു അല്ലേ. അപ്പോൾ അബി ചോദിക്കുകയാണ്, വാട്ട് ഡിഡ് യു ഗെറ്റ് ഇറ്റ്? എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് അല്ലേ. വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത് എന്ന് ചോദിച്ചു അല്ലേ. അപ്പം നമ്മുടെ ലക്കി എന്താ പറഞ്ഞത് നോക്കിക്കുക മക്കളെ? ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദി ഗാർഡൻ അല്ലേ. എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? യെസ്, ഗാർഡനിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ അബി പറഞ്ഞു അല്ലേ, നമ്മുടെ ലക്കി പറഞ്ഞു അല്ലേ. അപ്പോൾ അബി ചോദിക്കുകയാണ്, ഈസ് ദിസ് യുവർ ടോയ്? ഈസ് ദിസ് യുവർ ടോയ്? ഇത് നിൻ്റെ ടോയ് ആണോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്ത് പറയാണ് ലക്കി? എന്താണ് പറയുന്നത്? നോ, ദിസ് ഈസ് നോട്ട് മൈൻ അല്ലേ. അല്ല, ഇത് എൻ്റേതല്ല എന്ന് പറയാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ മക്കൾക്ക് ആ ഒരു കോൺവെർസേഷൻ എഴുതാം, അല്ലെങ്കിൽ മക്കൾക്ക് വേറെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത്തരത്തിലും ആ ഒരു കോൺവെർസേഷൻ എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, മിസ് ഒരു മോഡലാണ് അവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. റീഡ് ദി റിഡിൽസ് ആൻഡ് ഫൈൻഡ് ദി ആൻസർ. മേക്ക് എ റിഡിൽ ഓൺ ദി ഗിവൺ പിക്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് താഴെ കുറച്ച് റിഡിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ റിഡിലും വായിച്ചിട്ട് എന്താണ് അതിൻ്റെ ആൻസർ വരുന്നത് എന്നുള്ളത് തന്നിട്ടുള്ള ബോക്സിൽ എഴുതണം. അതോടൊപ്പം തന്നെ നമുക്ക് താഴെ അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മക്കളെടുത്ത് സ്വയം ഒരു റിഡിൽ എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ റിഡിൽസൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ. നോക്കിക്കേ, ഫസ്റ്റ് ക്ലൂ ഇതാണ്. ഇറ്റ്സ് എ ബേർഡ് ബട്ട് ഇറ്റ് കാൻ ഫ്ലൈ അല്ലേ. ഇതൊരു ബേർഡാണ്, പക്ഷെ അതിന് പറക്കാനായിട്ട് കഴിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, ആൻസറിലോട്ട് വന്നേ. ഏതാണ്? യെസ്, പെൻഗ്വിൻ നമുക്ക് എഴുതാം അല്ലേ. പെൻഗ്വിൻ എന്താണ്? ഒരു ബേർഡാണ്, പക്ഷെ അതിന് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല മക്കളെ? ഫ്ലൈ ചെയ്യാൻ അല്ലേ, പറക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഫസ്റ്റ് ആൻസറിൽ മക്കൾ എന്ത് എഴുതണം? പെൻഗ്വിൻ എന്നുള്ളത് എഴുതണം കേട്ടോ. ഓക്കെ മക്കളെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാൻ. നോക്കിക്കേ, ഇറ്റ് ഹാസ് 4 legs ബട്ട് ഇറ്റ് കാൺഡ് വാക്ക് അല്ലേ. എന്താണ്? ഇറ്റ് ഹാസ് 4 legs അല്ലേ. ഇറ്റ് ഹാസ് 4 legs എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അതിന് 4 കാലുകളുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് മക്കളെ? 4 കാലുകളുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്, ബട്ട് ഇറ്റ് കാൺഡ് വാക്ക്. പക്ഷെ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? യെസ്, നടക്കാനായിട്ട് പറ്റില്ല അല്ലേ. എന്താണ് മക്കളെ? നമുക്ക് നമ്മുടെ ടേബിൾ എഴുതാം അല്ലേ. ടേബിൾ അല്ലെങ്കിൽ ഡെസ്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം അല്ലേ. അതിന് 4 കാലുകളുണ്ട്, പക്ഷെ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നടക്കാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഐ ഹാവ് 3 leaves ബട്ട് ഐ ആം നോട്ട് എ ട്രീ അല്ലേ. ഐ ഹാവ് 3 leaves അല്ലേ. എനിക്ക് എന്തുണ്ട്? 3 ഇലകളുണ്ട്, ബട്ട് ഐ ആം നോട്ട് എ ട്രീ അല്ലേ. ലീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മൾ ഫാനിൻ്റെ ലീഫ് ഇല്ലേ, ഫാനിൻ്റെ ആ ഒരു സാധനത്തിന് നമ്മൾ എന്താ പറയുക? ലീഫ് എന്നാണ് പറയുക അല്ലേ. അതാണ് പറയുന്നത്. ഐ ഹാവ് 3 leaves, എനിക്ക് 3 leaves ഉണ്ട്, പക്ഷേ ഐ ആം നോട്ട് എ ട്രീ, ഞാനൊരു മരമല്ല. എന്താണ് മക്കളെ ആൻസർ വരുന്നത്? യെസ്, ഫാനാണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, നമുക്കവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്?
ഒരു റിഡിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, അവിടെ നമുക്ക് എന്തെഴുതാം? നോക്കിക്കേ മക്കളെ, നമുക്ക് അവിടെ എന്തിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്? ഒരു ബാറ്റിൻ്റെ പിക്ചറാണല്ലേ, ഒരു വവ്വാലിൻ്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് റിഡിൽ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ നോക്കിക്കേ? ഐ ആം നോട്ട് എ ബേർഡ്, ഞാനൊരു ബേർഡ് അല്ല. ബട്ട് ഐ ക്യാൻ ഫ്ലൈ, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലൈ ചെയ്യാനല്ലേ, പറക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഈ ബാറ്റ് എന്നുള്ളത് ഒരു ബേർഡ് അല്ലാതെ മക്കൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ 7th ആക്ടിവിറ്റീസ് വരെ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പാഠഭാഗം നോക്കാം കേട്ടോ. നോക്കിക്കുക മക്കളെ, നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ ഇവിടെ വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, അവർ നമ്മുടെ ലക്കിയും ലൂസിയും കൂടി ഇവിടെ പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ മിലിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അത് നിൻ്റേതാണോ എന്നുള്ളതൊക്കെ അവിടുത്തെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അല്ലേ. ഓക്കെ മക്കളെ, പിന്നീട് എന്താണ് സംഭവിച്ചത്? നമ്മുടെ ലക്കിക്കും അതുപോലെ തന്നെ ലൂസിക്കും അതിൻ്റെ ആ ഒരു ട്രഷറിൻ്റെ ഓണറെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ടോ? നമുക്ക് നോക്കാം അല്ലേ. അവിടെ നമുക്ക് ലിസൺ ടു യുവർ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്. നോക്കിക്കേ. ലക്കി ആസ്ക്ഡ് മെനി അതർ ഫ്രണ്ട്സ് അബൌട്ട് ദി ട്രഷർ ബട്ട് ഹി കുഡിൻറ്റ് ഫൈൻഡ് ദി ഓണർ. ദെൻ ഐ വിൽ കീപ്പ് ഇറ്റ്, ഹി ഡിസൈഡഡ്. ഓക്കെ മക്കളെ, എന്താണ് പറഞ്ഞത്? ലക്കി ആസ്ക്ഡ് മെനി അതർ ഫ്രണ്ട്സ് അല്ലേ. ലക്കി എന്ത് ചെയ്തു? മറ്റ് ഒരുപാട് കൂട്ടുകാരെടുത്ത് ചോദിച്ചു. എന്തിനെക്കുറിച്ച്? അബൌട്ട് ദി ട്രഷർ അല്ലേ, ആ ഒരു നിധിയെക്കുറിച്ച് അവൻ എന്ത് ചെയ്തു? മറ്റൊരുപാട് സുഹൃത്തുക്കളോട് അന്വേഷിച്ചു. ബട്ട് ഹി കുഡിൻറ്റ് ഫൈൻഡ് ദി ഓണർ, പക്ഷേ അവന് എന്ത് കണ്ടെത്താനായിട്ട് പറ്റിയില്ല മക്കളെ? ഹി കുഡിൻറ്റ് ഫൈൻഡ് ദി ഓണർ, അവന് ഓണറെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല അല്ലേ. ദെൻ ഐ വിൽ കീപ്പ് ഇറ്റ്, ഹി ഡിസൈഡഡ്. അങ്ങനെ അവസാനം അവൻ എന്ത് തീരുമാനിച്ചു? ഐ വിൽ കീപ്പ് ഇറ്റ്, ഞാൻ തന്നെ ഇത് സൂക്ഷിക്കാൻ പോവുകയാണ് എന്നുള്ളത് ആര് തീരുമാനിച്ചു? നമ്മുടെ ലക്കി തീരുമാനിച്ചു. അപ്പം മക്കൾക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേർ വിൽ ലക്കി കീപ് ദി ട്രഷർ? നമ്മുടെ ലക്കി എവിടെയായിരിക്കും ആ ഒരു ട്രഷർ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക അല്ലേ, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചത്. നോക്കിയേ മക്കളെ, ലെറ്റ്സ് റീഡ് അല്ലേ, നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുണ്ട്. അപ്പം മിസ്സ് വായിക്കുന്ന സമയത്ത് ഓരോ സെൻറ്റൻസിന് താഴെ മക്കൾ കൈവയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പെൻസിൽ യൂസ് ചെയ്യുക. എന്നിട്ട് മിസ്സ് ഇടയ്ക്ക് ഓരോ വേർഡ്സും സർക്കിൾ ചെയ്യാനായിട്ട് പറയൂ കേട്ടോ. നമുക്ക് ഡിറ്റേഷൻ ഇടാനായിട്ടുള്ള വേർഡ്സ്, അപ്പോൾ അത് മക്കൾ സർക്കിൾ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് നാളെ ട്യൂഷൻ ഇല്ലാത്ത സമയത്ത് മക്കൾ എന്ത് ചെയ്യുക? വീട്ടിൽ നിന്ന് ഡിറ്റേഷൻ നടത്തുക. എന്നിട്ട് മിസ്സിനത് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം കേട്ടോ. ഒരുപാട് കഴിഞ്ഞ ദിവസത്തെ ഡിറ്റേഷൻ്റെ വേർഡ്സ് അയച്ചു തരുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അയക്കാനുള്ള കൂട്ടുകാരെന്ത് ചെയ്യണം? ഈ ക്ലാസ് മുതൽ നിർബന്ധമായിട്ട് മിസ്സിന് ചെയ്തിട്ട് അയക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ. വേർ ഷാൾ ഐ കീപ്പ് ഇറ്റ്? മൈ ട്രഷർ ബോക്സ് ഈസ് ഫുൾ, ലക്കി തോട്ട്. He went to the kitchen and took a big glass jar. Then he put the treasure in it. It's quite nice. He liked his new treasure. Lucky placed the jar on his table. എന്താണ് മക്കളെ സംഭവിച്ചത്? where shall I keep it? അല്ലേ, അവൻ ആലോചിക്കുകയാണ്. വേർ ഷാൾ ഐ കീപ്പ് ഇറ്റ്? ഞാനിതിപ്പോൾ എവിടെയാണ് വെക്കുക? മൈ ട്രഷർ ബോക്സ് ഈസ് ഫുൾ. അവൻ്റെ ട്രഷർ ബോക്സില്ലേ, അവനൊരു ട്രഷറുകളെല്ലാം ഇട്ട് വെക്കുന്ന ഒരു ബോക്സ് ഉണ്ടായിരുന്നു, അതെന്താണ്? ഫുള്ളാണല്ലേ. അപ്പം ഞാനിതിപ്പോൾ എവിടെയാണ് വെക്കുക? ലക്കി തോട്ട് അല്ലേ, ലക്കി എന്ത് ചെയ്തു? ലക്കി ചിന്തിച്ചു അല്ലേ. He went to the kitchen and took a big glass jar. അവൻ എന്ത് ചെയ്തു? He went to the kitchen. അവൻ കിച്ചണിലോട്ട് പോയിട്ട് took a big glass jar അല്ലേ, ഒരു വലിയ ഗ്ലാസ് ജാർ അവൻ എടുത്തു. Then he put the treasure in it. അതിന് ശേഷം അവൻ എന്ത് ചെയ്തു? ആ ഒരു ട്രഷർ ആ വലിയ ഗ്ലാസ് ജാറിനകത്തേക്ക് ഇട്ടു അല്ലേ. ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. ഹി ലൈക്ക്ഡ് ഹിസ് ന്യൂ ട്രഷർ അല്ലേ. അത് കാണാൻ നല്ല നൈസായിരുന്നു അല്ലേ. അവന് അവൻ്റെ പുതിയ ട്രഷർ ഒരുപാട് ഇഷ്ടമായി. ലക്കി പ്ലേസ്ഡ് ദി ജാർ ഇൻ ഹിസ് ടേബിൾ അല്ലേ. അവൻ ആ ഒരു ജാർ എവിടെ സൂക്ഷിച്ചു മക്കളെ? അവൻ്റെ ടേബിളിൻ്റെ മുകളിൽ സൂക്ഷിച്ചു. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി എല്ലാവരും മിസ്സിനോടൊപ്പം ഒന്നുകൂടി വായിച്ചേ. വേർ ഷാൾ ഐ കീപ് ഇറ്റ്? My treasure box is full, Lucky thought. He went to the kitchen and took a big glass jar. Then he put the treasure in it. It's quite nice. He liked his new treasure. Lucky placed the jar on his
ടേബിൾ. ഓക്കെ മക്കളെ, എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മക്കൾ എന്ത് ചെയ്യണം, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോർഷനിൽ ഏതെങ്കിലും ഒരു പേജ് വായിച്ചിട്ട് മിസ്സിന് നിർബന്ധമായിട്ടും വോയിസ് അയക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നോക്കിക്കേ, ഇനി മിസ്സ് പറയുന്ന വേർഡ്സ് എല്ലാവരും അണ്ടർലൈൻ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ഡിറ്റേഷൻ ഉണ്ടായിരിക്കുക കേട്ടോ. ചില വേർഡ്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറ്റേഷൻ നടത്തിയ വേർഡ്സ് കൂടി മിസ്സ് അതിൽ ഉൾപ്പെടുത്തു കേട്ടോ. ഓക്കെ മക്കളെ, ഫസ്റ്റ് വൺ എല്ലാവരും സർക്കിൾ ചെയ്തേ. തോട്ട്. തോട്ട്, ലക്കി തോട്ട് എന്നല്ലേ, അതായത് ലക്കി ചിന്തിച്ചു, തോട്ട്. എല്ലാവരും സർക്കിൾ ചെയ്യുക. ദെൻ നെക്സ്റ്റ് കിച്ചൺ. കിച്ചൺ, കിച്ചൺ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, അടുക്കളയാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ഗ്ലാസ് ജാർ. എല്ലാവരും സർക്കിൾ ചെയ്തേ മക്കളെ, ഗ്ലാസ് ജാർ. ഓക്കെ മക്കളെ, ദെൻ എല്ലാവരും ടേബിൾ. ടേബിൾ എന്നുള്ള വേർഡ് സർക്കിൾ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഏതൊക്കെ വേർഡാണ്? ഒന്ന് തോട്ട്. തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ചിന്തിക്കുകയാണ്. ദെൻ കിച്ചൺ. കിച്ചൺ എന്ന് പറഞ്ഞാൽ അടുക്കള. ദെൻ ഗ്ലാസ് ജാർ, അത് മക്കൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ദെൻ ടേബിൾ അല്ലേ. ടേബിൾ എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ മേശയ്ക്കാണ് ടേബിൾ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ 4 വേർഡ്സേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിൽ ലക്കീസ് പാരൻസ് അലോ ഹിം ടു കീപ് ദി ജാർ ദ? നമ്മുടെ ലക്കിയുടെ പാരൻസ് ആ ജാറ് അവൻ അവിടെ തന്നെ വെക്കാനായിട്ട് സമ്മതിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മക്കൾക്ക് എന്താ മക്കളെ തോന്നുന്നത്? അവർ സമ്മതിക്കായിരിക്കുമോ, അല്ലെങ്കിൽ ഇതൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമോ മക്കളെ? നമുക്ക് നോക്കാം അല്ലേ. അടുത്ത ഭാഗം എടുത്തേ മക്കളെ, എല്ലാവരും നോക്കിക്കേ. In the evening, Lucky came back to his room. What a surprise! The treasure in the jar was shining. അല്ലേ, ഇൻ ദി ഈവനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വൈകുന്നേരം. ലക്കി കെയിം ബാക്ക് ടു ഹിസ് റൂം. നമ്മുടെ ലക്കി എവിടേക്ക് തിരിച്ചു വന്നു? അവൻ്റെ റൂമിലോട്ട് തിരിച്ചു വന്നു അല്ലേ. വാട്ട് എ സർപ്രൈസ്! ദ ട്രഷർ ഇൻ ദി ജാർ വാസ് ഷൈനിങ്. അവൻ തിരിച്ചു വന്ന സമയത്ത് ഒരു സർപ്രൈസ് കണ്ടുല്ലോ. എന്താണ്? ആ ജാറിനകത്തുള്ള ട്രഷർ എന്ത് ചെയ്യാൻ മക്കളെ? ഷൈനിങ്ങിലേ, തിളങ്ങാനായിട്ട് തുടങ്ങിയില്ലേ. ഓക്കെ മക്കളെ, ഈസ് ദി ട്രഷർ റിയലി എ സ്റ്റാർ? വാട്ട് ഡു യു തിങ്ക്? അപ്പോൾ മക്കൾക്ക് അവരുടെ ഒരു ചോദ്യമുണ്ട്. ആ ട്രഷർ ശരിക്കുള്ളൊരു നക്ഷത്രമാണോ അല്ലേ? തിളങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ മക്കൾക്ക് എന്താണ് തോന്നുന്നത്? അത് ചിലപ്പം ശരിക്കുള്ള നക്ഷത്രം ആകാം അല്ലേ. നക്ഷത്രങ്ങളല്ലേ മക്കളെ അങ്ങനെ തിളങ്ങുക. വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമാണ് പറയേണ്ടത്. നമുക്ക് നോക്കാം കേട്ടോ, അത് ശരിക്കുള്ള സ്റ്റാർ തന്നെയാണോ ആ ട്രഷർ എന്നുള്ള കാര്യം. നോക്കിക്കേ മക്കളെ, മീൻസ് വായിക്കുന്നതനുസരിച്ച് എല്ലാവരും കൈവച്ച് പോണേ. ദ ലൈറ്റ് ഫ്രം ദി ട്രഷർ സ്പ്രെഡ് ഓൾ ഓവർ ദി റൂം. ഹോ, യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്, സെഡ് ലക്കി ഇൻ വണ്ടർ. ദ ട്രഷർ ബ്ലിങ്ക്ഡ് വൺസ്. It was a little hot inside the room. Lucky opened the window. The sky was full of stars. Suddenly he noticed something up in the sky. Okay മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ, ഒന്നുകൂടി നമുക്ക് നോക്കാം. ദ ലൈറ്റ് ഫ്രം ദി ട്രഷർ സ്പ്രെഡ് ഓൾ ഓവർ ദി റൂം അല്ലേ. ആ ഒരു ട്രഷറിലുള്ള ലൈറ്റ് എന്തായി മക്കളെ? റൂമിൽ മുഴുവൻ സ്പ്രെഡ് ആവാൻ തുടങ്ങിയില്ലേ. ഹോ, യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്, സെഡ് ലക്കി ഇൻ വണ്ടർ അല്ലേ. അപ്പോൾ ലക്കി എന്ത് പറയാണ്? യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്, നീ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തിളങ്ങുന്നുണ്ട് അല്ലേ. ദ ട്രഷർ ബ്ലിങ്ക്ഡ് വൺസ്. അപ്പോൾ ആ ട്രഷർ എന്തായി മക്കളെ? ബ്ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ മിന്നുന്നതിനെയാണ് ബ്ലിങ്ക്ഡ് എന്ന് പറയുക അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ എന്ത് ചെയ്തു? അതൊരൊറ്റ പ്രാവശ്യം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തു അല്ലേ. ഇറ്റ് വാസ് എ ലിറ്റിൽ ഹോട്ട് ഇൻസൈഡ് ദി റൂം അല്ലേ. അപ്പോൾ ആ റൂമിനകത്ത് കുറച്ച് ചൂടുണ്ടായിരുന്നു അല്ലേ. ഹോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടാണല്ലേ. അപ്പം ലക്കി എന്ത് ചെയ്തു? നമ്മളൊക്കെ റൂമിനകത്ത് ചൂടുള്ളപ്പോൾ ചിലപ്പോൾ വിൻഡോ ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കും അല്ലേ. അതുപോലെ തന്നെ ലക്കി ഓപ്പൺ ദി വിൻഡോ. ലക്കി എന്ത് ചെയ്തു? ജനല തുറന്നു അല്ലേ. ദ സ്കൈ വാസ് ഫുൾ ഓഫ് സ്റ്റാർസ്. ആ സ്കൈയിൽ മുഴുവൻ എന്തുണ്ട് മക്കളെ? മുഴുവൻ നക്ഷത്രങ്ങളുണ്ട്. സഡൻലി ഹി നോട്ടീസ്ഡ് സംതിങ് അപ്പ് ഇൻ ദി സ്കൈ. പെട്ടെന്നാണ് അവൻ എന്ത് ശ്രദ്ധിച്ചത്? എന്തോ ഒരു കാര്യം, ആകാശത്തുള്ള കാര്യം അവന് ശ്രദ്ധിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് വാട്ട് ഡിഡ് ദി ലക്കി സീ ഇൻ ദി സ്കൈ? നമ്മുടെ ലക്കി എന്തായിരിക്കും ആകാശത്ത് കണ്ടിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്തായിരിക്കും മക്കളെ കണ്ടിട്ടുള്ളത്? നമുക്കറിയണ്ടേ. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് മക്കൾ നിങ്ങളുടെ ആക്ടിവിറ്റി പുസ്തകം ഒന്ന് എടുത്തേ മക്കളെ. ആക്ടിവിറ്റി 8 ആണ് ആദ്യം ചെയ്യാനുള്ളത് കേട്ടോ. 8ാമത്തെ ആക്ടിവിറ്റി നോക്കിക്കേ. ലക്കി പുട്ട് ദി ട്രഷർ ഇൻ ദി ജാർ.
ഇൻ ദി ഈവനിങ് ഹി റോട്ട് അബൌട്ട് ദി ട്രഷർ ഇൻ ഹിസ് ഡയറി. പ്രിപ്പയർ ലക്കീസ് ഡയറി അല്ലേ, ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് എക്സാമിന് കണ്ടുവരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഡയറി തയ്യാറാക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കുക മക്കളെ, എന്താണ് സിറ്റുവേഷൻ പറഞ്ഞത്? ലക്കി പൊട്ട് ദി ട്രഷർ ഇൻ ദി ജാർ അല്ലേ, നമ്മുടെ ലക്കി എന്ത് ചെയ്തു, ആ ട്രഷർ ഒരു ജാറിലിട്ട് വെച്ചു. ഇൻ ദി ഈവനിങ് ഹി റോട്ട് അബൌട്ട് ദി ട്രഷർ ഇൻ ഹിസ് ഡയറി അല്ലേ, വൈകിട്ടായ സമയത്ത് അവൻ എന്ത് ചെയ്തു, അവൻ്റെ ഡയറിയിൽ ആ ട്രഷറിനെ കുറിച്ചിട്ടല്ലേ, ആ നിധിയെ കുറിച്ചിട്ട് അവൻ എഴുതാനായിട്ട് തുടങ്ങുകയാണ്. പ്രിപ്പയർ ലക്കീസ് ഡയറി, നമ്മുടെ ലക്കി എഴുതുന്ന ആ ഡയറി മക്കളടുത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് അവിടെ ഒരു ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് തന്നിട്ട് എന്താണ്, ടുഡേ ഐ ഗോട്ട് എ ട്രഷർ അല്ലേ, ഇന്ന് എനിക്കൊരു ട്രഷർ കിട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് എന്താണ് എഴുതുന്നത്, ഡയറിയാണ് എഴുതേണ്ടത് അല്ലേ. അപ്പം മക്കൾക്ക് അറിയാലോ ഡയറി എഴുതാനായിട്ടൊരു ഫോർമാറ്റ് ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് എഴുതണം, ഇവിടെ ഡേറ്റ് എഴുതണം. ഓക്കെ മക്കൾ, അതുപോലെ തന്നെ നമ്മളത് ഏതാണ് ദിവസം എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ എഴുതണം അല്ലേ. അപ്പോൾ മിസ്സ് അതുപോലെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഡേ വെനസ്ഡേ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, ഇറ്റ് വാസ് തിക്ക് ആൻഡ് ഗ്ലോസി അല്ലേ. ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ടുഡേ ഐ ഗോട്ട് എ ട്രഷർ, അത് മക്കൾ അവിടെ എഴുതണം കേട്ടോ. ടുഡേ ഐ ഗോട്ട് എ ട്രഷർ അല്ലേ, ടുഡേ ഐ ഗോട്ട് എ ട്രഷർ. ഓക്കെ മക്കൾ, അതിന് ശേഷമാണ് മിസ് തന്നിട്ടുള്ളത് മക്കൾ എഴുതേണ്ടത്. ടുഡേ ഐ ഗോട്ട് എ ട്രഷർ, ഇറ്റ് വാസ് തിക്ക് ആൻഡ് ഗ്ലോസി അല്ലേ, അത് കുറച്ച് കനവും അതുപോലെ തന്നെ നല്ല തിളക്കമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ സ്റ്റാർ, അത് എന്തുപോലെയായിരുന്നു കാണാനായിട്ട്, സ്റ്റാർ പോലെയായിരുന്നു അല്ലേ. ഇറ്റ് വാസ് നോട്ട് എ ടോയ്, അതൊരു ടോയ് ഒന്നുമല്ല, അതൊരു കളിപ്പാട്ടൊന്നുമല്ല. ഇറ്റ് വാസ് ഹെവി ടു. ഐ ആസ്ക്ഡ് മെനി പീപ്പിൾ അല്ലേ, ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് ആളുകളടുത്ത് ചോദിച്ചു. ഐ വാണ്ടഡ് ടു ഫൈൻഡ് ദി ഓണർ, എനിക്ക് എന്ത് കണ്ടെത്തണമായിരുന്നു, അതിൻ്റെ ഓണർ ആരാ എന്ന് കണ്ടെത്തണമായിരുന്നു. ബട്ട് നോ വൺ ന്യൂ, പക്ഷെ ആർക്കും തന്നെ അത് അറിയില്ലായിരുന്നു അല്ലേ. അറ്റ് ലാസ്റ്റ് ഐ ക്യാപ്റ്റ് ഇൻ ദി ജാർ, ഐ ലൈക്ക്ഡ് ദി ട്രഷർ, ഇറ്റ് വാസ് വെരി നൈസ് അല്ലേ. അങ്ങനെ അവസാനം അതെന്ത് ചെയ്തു, ഞാനൊരു ജാറിൽ സൂക്ഷിച്ചു വെച്ചു. ഐ ലൈക്ക്ഡ് ദി ട്രഷർ അല്ലേ, എനിക്ക് ആ ഒരു ട്രഷർ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് വെരി നൈസ് അല്ലേ, അത് നല്ല നൈസായിരുന്നു അല്ലേ. ഓക്കെ മക്കൾ, അപ്പോൾ ഇതേ രീതിയിൽ എഴുതിയാൽ മതി കേട്ടോ. മക്കൾക്ക് ഒരു ഡയറി എഴുതാനായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ ഡയറിയിൽ പ്രധാനമായിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ് കേട്ടോ. ഡേറ്റും ദിവസവും മക്കൾ എഴുതണം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എഴുതിയില്ലേ, ടുഡേ ഐ ഗോട്ട് എ ട്രഷർ, ഇന്ന് എനിക്കൊരു നിധി കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലാണ് ഒരു ഡയറി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഓക്കെ മക്കൾ, അപ്പോൾ എക്സാമിൻ്റെ സമയത്തൊക്കെ ആ കാര്യങ്ങൾ മക്കൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോകും. ആക്ടിവിറ്റി 9 ആണ് കേട്ടോ. ഓക്കെ മക്കൾ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്തായിരുന്നു നമ്മുടെ പാഠഭാഗത്ത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അവൻ എന്ത് ചെയ്തു, നമ്മുടെ ലക്കിയ റൂമിനകത്ത് കുറച്ച് ചൂടായപ്പോൾ സമയത്ത് അവൻ എന്ത് ചെയ്തു, വിൻഡോ ഓപ്പൺ ചെയ്തിട്ടു അല്ലേ. അപ്പോൾ ആ സ്കൈയിൽ മുഴുവൻ എന്ത് കാണാം, നക്ഷത്രങ്ങൾ കാണാം. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് സംതിങ് അപ്പ് ഇൻ ദി സ്കൈയിൽ, ആകാശത്ത് എന്തോ ഒന്നുണ്ട് എന്നുള്ള കാര്യം അവൻ എന്ത് ചെയ്തത്, അപ്പോഴാണ് അവന് ശ്രദ്ധിച്ചത് എന്നാണ് നമ്മുടെ അടുത്ത് പറയുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കേ, നമുക്കവിടെ ആക്ടിവിറ്റി 9 ഉണ്ട്. ലുക്ക് അറ്റ് ദി നൈറ്റ് സ്കൈ, പേസ്റ്റ് സ്റ്റാർ ആൻഡ് മേക്ക് ഇറ്റ് സ്റ്റാറി സ്കൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം ലുക്ക് അറ്റ് ദി നൈറ്റ് സ്കൈ അല്ലേ, രാത്രി കാണുന്ന ആകാശത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. പേ സ്റ്റാർസ് ആൻഡ് മേക്ക് ഇറ്റ് എ സ്റ്റാറി സ്കൈ അല്ലേ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് നക്ഷത്രങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് അതൊരു സ്റ്റാറി സ്കൈ ആക്കി മാറ്റാനാണ് മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം മക്കൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ആ ഒരു പ്രവർത്തനം ചെയ്യുക കേട്ടോ. അവിടെ ഒരുപാട് സ്റ്റാർസും കാര്യങ്ങളെല്ലാം മക്കൾ പേസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ മക്കളെ, അതെല്ലാവരും ചെയ്യല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം കേട്ടോ. നോക്കിക്കേ മക്കളെ, നമ്മളിപ്പം ആക്ടിവിറ്റി 9 ആണ് ചെയ്തിട്ടുള്ളത് അല്ലേ. 2 പേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 ഭാഗവും മക്കൾ വായിക്കുക. ഏതെങ്കിലും ഒരു പേജ് വായിക്കുന്നത് മക്കൾ എന്ത് ചെയ്യണം, നമ്മുടെ ഗ്രൂപ്പിലോട്ട് വോയിസ് ആയിട്ട് ഇടണം കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ, അപ്പം നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ലക്കി ആകാശത്ത് എന്തോ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നോക്കിക്കേ മക്കളെ, അടുത്തത് ലക്കി സോ എ മെസ്സേജ് ഇൻ ദി സ്കൈ. ലക്കി സോ എ മെസ്സേജ് ഇൻ ദി സ്കൈ. എന്താണ് മക്കളെ ആ മെസ്സേജ് നോക്കിയേ, ലോസ്റ്റ് എ ലിറ്റിൽ സ്റ്റാർ. ലോസ്റ്റ് എ ലിറ്റിൽ സ്റ്റാർ, അതായത് ഒരു ചെറിയ നക്ഷത്രം എന്തായിട്ടുണ്ട്, നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു മെസ്സേജ് അവൻ എവിടെ കണ്ടു മക്കളെ, ഇൻ ദി സ്കൈ, ആകാശത്ത് കണ്ടു അല്ലേ. ലക്കി ലുക്ക്ഡ് അറ്റ് ദി ഗ്ലോയിങ് ട്രഷർ ഇൻ സർപ്രൈസ്.
ലക്കി ലുക്ക്ഡ് അറ്റ് ദി ഗ്ലോയിങ് ട്രഷർ ഇൻ സർപ്രൈസ് അല്ലേ. നമുക്കൊക്കെ അവിടെ കാണാം ആ ഒരു സ്കൈയിൽ ആകാശത്തിൽ കാണുന്ന ആ ഒരു മെസ്സേജ് അല്ലേ. എന്താണ്? ലോസ്റ്റ് അല്ലേ. മിസ് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് എഴുതി കാണിക്കുക കേട്ടോ. ലോസ്റ്റ് എ ലിറ്റിൽ സ്റ്റാർ അല്ലേ. ഒരു ചെറിയ നക്ഷത്രം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കാണിക്കുന്നുണ്ട് മക്കളെ. യെസ്, സ്കൈയിൽ കാണിക്കുന്നുണ്ട് അല്ലേ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി മിസ്സ് പറയുന്ന വേർഡ്സ് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ലോസ്റ്റ് LOST ലോസ്റ്റ്. ദെൻ ലിറ്റിൽ സ്റ്റാർ, അതൊന്നിച്ച് പഠിച്ചോട്ടെ മക്കളെ. ലോസ്റ്റ്, ലിറ്റിൽ സ്റ്റാർ, അതുപോലെ തന്നെ സർപ്രൈസ്. ലോസ്റ്റ്, ലിറ്റിൽ സ്റ്റാർ, സർപ്രൈസ്. അപ്പോൾ നേരത്തെ നമ്മൾ കുറച്ച് വേർഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു 4 വേർഡ്സും കൂടി മക്കൾ എന്ത് ചെയ്യണം? അടുത്ത ദിവസത്തെ ഡിക്റ്റേഷനായിട്ട്, അതായത് നാളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് നടത്തുന്ന ഡിക്റ്റേഷനായിട്ട് മക്കൾ തയ്യാറെടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.